നമ്മളൊരു പുതിയ കാര്യം നമ്മൾ എങ്ങനെയാണ് പഠിച്ചെടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഡാൻസ് കളിക്കാൻ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്നു. അതായത് നമ്മൾ ജനിച്ച് മരണപ്പെടുന്നവരെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പുതിയതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഷ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതായിക്കോട്ടെ, നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ തലച്ചോറിലെ സെൽസ് അഥവാ ന്യൂറോൺസ് എന്ന് പറയുന്ന ആ സെൽസ് നമുക്ക് ഈ ഒരു പുതിയ കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു പുതിയൊരു പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ന്യൂറോണൽ പാത്വേ എന്ന് വിളിക്കുന്നത്. ഈ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കാലാകാലങ്ങളായിട്ട് നമ്മൾക്ക് അവിടെ തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. ഈ ഒരു പാത്വേ, അതായത് നമ്മുടെ ബ്രെയിന് നമ്മൾ പുതിയ കാര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, ആ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കഴിവിനെയാണ് നമ്മൾ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ അതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ പുതുതായിട്ട് പഠിച്ചെടുക്കുന്നത്. ഈ പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവിനെയാണ് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ ഈ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ ഒരു പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചാൽ കൂടി ആ ഒരു കഴിവ് നമുക്ക് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ ന്യൂറോൺസിനറിയാം ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ഓൾറെഡി അറിയുന്നൊരു കാര്യമാണ് എന്നത്. അപ്പോൾ നമ്മുടെ ന്യൂറോൺസ് എന്ത് ചെയ്യും? ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഒരു വഴി ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തൊരു പുതിയ വഴി ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അതേപോലെ പുതിയൊരു ന്യൂറോണൽ പാത്വേ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കില്ല് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ആ ഒരു സ്കില്ല് വീണ്ടും നമുക്ക് അതായത് നമ്മൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. അതായത് കണ്ടിന്യൂസ് വണ്ടി ഡ്രൈവിങ് ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് കുറേ വർഷങ്ങളിലേക്ക് ഡ്രൈവ് ചെയ്യാണ്ടിരിക്കുന്നു. എന്നിട്ട് അയാൾ പുതിയതായിട്ട് വീണ്ടും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമ്മളതിനെ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കത് പക്ഷെ മറന്നു പോകാത്തൊരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ പണ്ട് എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേ ഒരു ഇൻറ്റൻസിറ്റി തന്നെ നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നു. അതേപോലെ നമ്മുടെ ബ്രെയിന് നമ്മുടെ പുതിയ പുതിയ കാര്യങ്ങളെ അഡാപ്റ്റ് ചെയ്ത് നമ്മൾക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.